ഇതൊക്കെ വെച്ചിട്ട് പ്രേതങ്ങളൊക്കെ ഇങ്ങനെ ടേക്ക് 2. ഈ പ്രേതമായി കഴിഞ്ഞാൽ ആദ്യം മാറ്റേണ്ടത് ഈ ഉണക്ക ചിരിയാണ്. കുറെ പണ്ടത്തെ പ്രേതങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രേതങ്ങൾ എങ്ങനെ ചിരിക്കണം, പ്രേതങ്ങൾ വെള്ള ഡ്രസ്സേ ഇടാളൂ, മൊത്തം തന്ത വൈബ്. ഇങ്ങനെയൊക്കെ പോയ 2K കിഡ്സൊക്കെ എങ്ങനെ മരിക്കുമെന്നേ. 2K കിഡ്സിന് മരിക്കണമെങ്കിൽ മിനിമം കല്ലറക്കകത്തൊരു DJ പാർട്ടി അല്ലെങ്കിൽ ഒരു പബ്. എന്തായാലും ഞാൻ മരിച്ചു, ഇനി ഇങ്ങനെ തന്നെ ജീവിക്കാം. മരിച്ചെന്ന് പറഞ്ഞൊരു വൈബ് കളയാൻ പറ്റുമോ? ചിന്താതമനിൽ ധൂളി കേറി എങ്ങനെ എടുക്കും ശ്വാസം, സ്വാത്തല പുറകെ ലോകമോടി 4 ദിക്കിലും നാശം. കൂ 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 കൂടെ എടാ മണ്ട, നീ മരിച്ചല്ലേ, പിന്നെ ഞാൻ എങ്ങനെ നിന്നെ കൊല്ലാൻ? അത് ശരിയാണല്ലേ, ഞാൻ മരിച്ചതാണല്ലോ. അല്ല, നീ ആരാ? ഞാൻ പ്രേതം. അതല്ലേ ഞാൻ പേടിച്ചത്. എനിക്ക് പണ്ടേ പ്രേതങ്ങളെ കണ്ടാ പേടിയാ. ഇപ്പൊ ചേട്ടനും പ്രേതം, ഞാനും പ്രേതം. നമുക്ക് ഇവിടെ അങ്ങ് ചില്ലായിട്ട് കൂടാം, എന്താ? അയ്യോ, ഈ ചില്ല് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഒന്നുകൂടെ പറയോ. ചില്ലായിട്ട് കൂടാം. അയ്യോ, ഈ ചില്ല് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഈ ചില്ലല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയോ. ഏട്ടായി, എനിക്കൊരു 15,000 രൂപ അക്കൗണ്ടിൽ ഇട്ടേരോ ഏട്ടായി. എനിക്ക് കാശിന് ഇച്ചിരി ടൈറ്റ് ഉണ്ട് ഏട്ടായി. അയ്യോ തിരിച്ചോ, എന്റെ പൈസ മൊത്തം അടിച്ചു മാറ്റി അശ്വതി അച്ചു വേണ ഇവിടെ ഇരിക്കണത്. കേരളത്തിലെ ആണുങ്ങൾ മൊത്തം കാത്തിരുന്ന അശ്വതി അച്ചു നീയായിരുന്നോ? അല്ല, എനിക്ക് ചേട്ടനെ മനസ്സിലായില്ലല്ലോ. നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? നിന്നെ 2 വർഷം ഫേസ്ബുക്കിലൂടെ ആത്മാർത്ഥമായി പ്രേമിച്ച ജാക്സ് ആണ് ഞാൻ. പേരൊന്നൂടെ പറഞ്ഞേ. ജാക്സ്. 36. എന്തിന് 36? അല്ല, ചേട്ടനെയും കൂടെ ചേർത്ത് ഞാൻ പ്രേമിച്ച് ചതിച്ചവരെണ്ണം 36. യെസ്, ഇതെന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണ്. എടി ആഫ്രിക്കൻ കോഴി, നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ നിനക്ക് എന്തൊക്കെ മേടിച്ചു തന്നടി. ഏതോ പേരറിഞ്ഞൂടാത്ത വില കൂടിയ ലിപ്സ്റ്റിക്, നെയിൽ പോളിസ്റ്റർ, തേങ്ങ, മാങ്ങ, ആപ്പിള്, ഇതൊന്നും പോരാഞ്ഞിട്ട് നീ മിണ്ടൂലെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛന്റെ പൈസ അടിച്ചു മാറ്റി മോതിരം വാങ്ങി പാഴ്സൽ അയച്ചു തന്നവനാടി ഞാൻ. അയ്യോ പാപം, എന്നിട്ട് മിണ്ടാൻ പറ്റിയില്ല. എടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, എന്റെ ബാങ്ക് അക്കൗണ്ടില് കറക്റ്റ് ആയിട്ട് പൈസ പറഞ്ഞത് നിനക്ക് എങ്ങനെ അറിയാം? അതെന്താ ചേട്ടായി അങ്ങനെ ചോദിച്ചേ? അക്കൗണ്ടില് പൈസ വരുമ്പോ തന്നെ നീ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു വരും. അതൊക്കെ എക്സ്പീരിയൻസ് ആണ് ചേട്ടായി. എന്റെ പൈസ പോണതേ പോട്ട്, നിന്റെ അടുത്ത് അല്പം വാട്സപ്പിൽ ചാറ്റ് ചെയ്യാന്നും പറഞ്ഞ് വാട്സപ്പ് തുറന്ന അശ്വതി അച്ചു വാസ് ആക്റ്റീവ് 20 minutes ago. ഇത് മാത്രമേ ഉള്ളൂ. അയ്യോ, ഈ കൈ മാറ്റടി. എന്നെ തേച്ച് എന്റെ കല്ലറയും കൂടെ തേക്കാനുള്ള പണിയില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ചേട്ടായി? എല്ലാം കഴിഞ്ഞ്, അതല്ലേ ഞാൻ ആ കല്ലറക്കകത്ത് കിടക്കണത്. ഇപ്പൊ ചേട്ടായും പ്രേതം, ഞാനും പ്രേതം. നമുക്ക് ഇവിടെ അങ്ങ് വൈബായിട്ട് കൂടാം, എന്താ? വൈവാ? ചിന്താതമനിൽ ധൂളി കേറി എങ്ങനെ എടുക്കും ശ്വാസം, ശ്വാസല പുറകെ ലോകം ഓടി 4 ദിക്കിലും നാശം. വാക്കുകൾ തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ ഒപ്പിക്കും പ്രാസം, ചുട്ട് പൊള്ളിമരി ഭൂമി നഗരമിനി ആരുണ്ട് ഇവിടെ പ്രാസം. കൂകിപ്പായും തീവണ്ടി. അയ്യോ, അതല്ല, കൂടത്തുള്ളു. ആ കൂടത്തുള്ളു. അമ്മേ, ഓ മതി തുള്ളി. ഇങ്ങനെ കിടന്ന് കിതച്ചോണ്ടിരുന്നാ മതിയാ? ബാറ്ററി ചാർജ് കൂട്ടണ്ടേ? എന്നാ വാ. അടുത്ത ഡയലോഗ് നീയല്ലേ? നീ എങ്ങനെയാടി മരിച്ചത്? ഗ്ലാസ് മാറിയതാണ് ചേട്ടായി. ഗ്ലാസ് മാറി എങ്ങനെ മരിക്കാനാ? അത് പിന്നെ എന്റെ കാമുകന് കൊടുക്കാൻ ഒരു ഗ്ലാസ്സിൽ ജ്യൂസിൽ ഞാൻ വിഷം കലക്കി വെച്ചു, മറ്റേ ഗ്ലാസ്സിൽ ജ്യൂസ് എനിക്ക് കുടിക്കാൻ. ഇതാത് തന്നെ, ഗ്ലാസ് മാറിപ്പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണോടി, നല്ല ന്യൂജൻ മരണം. അതൊക്കെ പോട്ടെ, ബൈ ദ വേ ചേട്ടാ എങ്ങനെ മരിച്ചത്? ഞാൻ ഒരു ഇൻസ്റ്റാ റീല് വൈറലാക്കാൻ വേണ്ടി ഒരു മൂർഖം പാമ്പുമായിട്ട് ഫ്രഞ്ച് കിസ് അടിച്ചതാ. പാമ്പ് മലയാളിയായിരുന്നടി. മലയാളി പാമ്പിന്റെ മുണ്ടും മൂക്കും എല്ലാം ഒരുമിച്ചും കടിച്ചെടുത്തു. പിന്നെ പാമ്പ് വൈറലാവുന്ന ഞാൻ എയറിലുമായി. നല്ല അൾട്രാ ന്യൂജൻ മരണം. അതും ശരിയാണ്. എനിക്ക് വിശക്കണം, എനിക്ക് ഇപ്പൊ ചോര വേണം. വെയിറ്റ്. എന്നാ ഞാൻ അവന്റെ ചോര ഇപ്പൊ ഞാൻ എടുത്തിട്ട് വരാം. ചേട്ടായി
ചേട്ടായി പോണ്ട. ഞാൻ അതെന്താ? പോവാം. അവര് പ്രേമിച്ച് വിളിച്ച് ചോര കുടിച്ചാലേ എനിക്കൊരു ത്രില്ലുള്ളൂ. നീ പോയി എനിക്കും കൂടെ ചോര കൊണ്ട് വരണേ. ബൈ ചേട്ടായി. ഇവളെ കൊണ്ട് ഇതിനെങ്കിലും ഉപകാരമാവട്ടെ. ഈ ഒറിജിനൽ കോഴി പോലും ചത്തു കഴിഞ്ഞാ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ചില്ലി ചിക്കൻ, ചിക്കൻ വരട്ട് എന്നൊക്കെയാണ് പേര് വരുന്നത്. ഇവള് ജീവിച്ചിരുന്നാലും കോഴി, ചത്തു കഴിഞ്ഞാലും കോഴി തന്നെയാണല്ലോ. അയ്യാ, എന്ത് അത് മനുഷ്യനല്ല, പിന്നെ? അത് രാവണ്ട് പ്രേമിച്ചതിച്ച നവീനാണ്. അയ്യോ ആത്മഹത്യ ചെയ്ത ദുരാത്മാവായിട്ട് എന്റെ അടുത്ത് അങ്ങനെ എടി ഇതാ പറയുന്നത്, ഇഫ് യു ഗിവ് യു വിൽ ഗെറ്റ് കൊല്ലം. എന്നുവെച്ചാ കൊടുത്താ കൊല്ലത്തും കിട്ടും. ക്യൂട്ട് ഒരു പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഹൻസിക ആണെങ്കിലും കൈലാസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഈ ന്യൂജൻ വാക്കുകളായിട്ട് എനിക്ക് ഒന്ന് കുറച്ചും കൂടെ ഏഞ്ചലിനോ അല്ലെങ്കിൽ റസ്മിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. നല്ല പ്രായമുണ്ട്. വാക്കുകളുണ്ടോ ഇതുപോലത്തെ പുതിയ പുതിയ വാക്കുകൾ ഇപ്പം? ഇല്ല, ഞാന് മറ്റേ തന്തവൈബായി. അപ്പൊ ഈ 2K കിഡ്സിന്റെ പുതിയ ടേംസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാ. ആണ്. അത് കിറ്റിൽ അത് കൊണ്ടുവന്ന് ഭയങ്കര നൈസായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. സൂപ്പർ. അപ്പൊ നിങ്ങൾ ഇനി വരുമ്പോ ഇതുപോലത്തെ വാക്കുകളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്കും പഠിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഇത്. ഇവർ ഈ സ്കിറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അവരുടെ ബോഡി ലാംഗ്വേജും പോയില്ലേ, ആ. അതും പക്ക നന്നായിട്ട് ഡാൻസേഴ്സ് ആയിരുന്നു. രണ്ടുപേരും നല്ല ഡാൻസേഴ്സ് ആണ്. മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സ്റ്റേജിൽ വന്ന് ഫസ്റ്റ് പെർഫോം ചെയ്തേല്? നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ്? ഫ്രണ്ട്ലി ആയിട്ടുള്ള ഞങ്ങളോ അലമ്പാണ്. ഇനി എന്റെയൊക്കെ കാണാനുണ്ട് ഇങ്ങോട്ട്. വാ അങ്ങോട്ട്. ശരി, അപ്പൊ നമുക്ക് ആദ്യം ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ഭയങ്കര സ്കിബിടി, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓറ കറക്റ്റ് അല്ലേ? ആ ഒരു ഓറയിൽ നമുക്ക് ബാറ്ററി ചാർജ് എത്ര കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. സ്കിബിഡി 10,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഒരുപാട് പൈസകൾ വാങ്ങാൻ പറ്റും. അതാണ് ചാർജ് കയറുന്നല്ലോ എന്നെ കയറട്ടെ. ഈ ഒരു ഓറ അങ്ങനെ തന്നെ കീപ്പ് അപ്പ് ചെയ്തോളൂ. ആൻഡ് ബാങ്ക് ഓഫ് മുംബൈ, പ്ലീസ് ട്രാൻസ്ഫർ. ഓക്കേ, ഇതാ സെൻഡ്. Comedy Masters.